ഗൈസ്, ഇവിടെ ഗോൾഡിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഒരു 1 to 2 months ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൊമെന്റം, അതുപോലെ നല്ലൊരു ബീറിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ഗോൾഡ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതുപോലെ ബിറ്റ്കോയിന്റെ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ വളരെ വളരെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് കറന്റ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു 77-78 എക്സ്പെക്ട് ചെയ്യാം. അതല്ല ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഹ്യൂജ് ഡൗൺഫോൾ, അതും ഹിസ്റ്റോറിക്കലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഹ്യൂജ് പാറ്റേണെ റെപ്രസെന്റ് ചെയ്തായിരിക്കും ഈ ഒരു വലിയൊരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പൊ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് നേരെ എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ലെവൽസ് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു മെയ് 15 മുതൽ, അതായത് നമ്മുടെ മെയ് ഒരു പകുതിയോട് കൂടി തന്നെ പ്രൈസ് ഇവിടെ നമുക്കൊരു കൺസോളിഡേറ്റ് ചെയ്താണ് ഇവിടെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗോൾഡിന്റെ ഒരു 4 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷന്റെ പുറത്തോട്ട് പ്രൈസ് എപ്പോൾ മൂവ് ചെയ്യുന്നു അപ്പോഴാണ് നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്കൊരു ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് നമുക്ക് ഇവിടെ ഒരു കാണാൻ പറ്റുന്നത്. സോ ഓക്കെ, അതിനുശേഷം ഒരു മെയ് 26 ആയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഹ്യൂജ് ഒരു ഡൗൺഫോൾ ഉണ്ടായി. നമുക്കൊരു നമ്മുടെ ട്രംപിന്റെ ഒരു ന്യൂസിനെ തുടർന്നും പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു നല്ലൊരു സെൽ ഓഫിനെ തുടർന്നാണ് നമുക്ക് ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡൗൺഫോൾ നമുക്ക് ഉണ്ടായേക്കണേ. ആ ഒരു ഡൗൺഫോളിൽ പ്രൈസ് ഈ ഒരു ഏരിയ വന്നിട്ട് പ്രോപ്പർ ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ പ്രൈസ് നല്ല രീതിയിൽ ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തൊരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇവിടുന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തേക്കണേ. നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും 1, 2, 3, 4 ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. സോ അവിടെ പ്രോപ്പർ ആയിട്ട് പ്രൈസ് വന്നു ആൻഡ് ദെൻ സപ്പോർട്ട് എടുത്തു ആൻഡ് അവിടുന്ന് തന്നെ പ്രൈസ് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. പ്രൈസ് ഇവിടുന്ന് അപ്സൈഡിലോട്ട് പോകാനുള്ള റീസൺ ഇവിടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. നോക്കുവാണെങ്കിൽ തേഴ്സ്ഡേ മെയ് 28 വൈകിട്ട് 6 മണിക്കായിരുന്നു ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. നമ്മുടെ കോർ PCI പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ USD GDP QQ എന്ന് പറഞ്ഞ ന്യൂസ് ആയിരുന്നു അത്. അപ്പൊ എന്താണ് ഈ കോർ PCI എന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതായത് നമ്മുടെ ആൾക്കാർ എത്രത്തോളം ഗുഡ്സിനും സർവീസസിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഡേറ്റ. ഇത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഫെഡറൽ റിസർവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി കാണുന്ന ഒരു ഡേറ്റയാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇൻഫ്ലേഷനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യും. സോ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അതുപോലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഡേറ്റയാണ് നമ്മുടെ GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും. ഇതും നമ്മുടെ ഇൻഫ്ലേഷനെ വളരെ വലിയ രീതിയിൽ തന്നെ അഫക്ട് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയ് 28 നമ്മൾ 2% ആണ് നമ്മുടെ GDP എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കോർ PCI എക്സ്പെക്ട് ചെയ്യുന്നത് 0.3% ആണ്. അപ്പൊ നമ്മുടെ ഈ കോർ PCI ഒരു 0.3% മുകളിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. അതായത് നമ്മുടെ ആ ഒരു എക്കണോമി നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. അപ്പൊ എക്കണോമി സ്ട്രോങ് ആകുമ്പോൾ അവിടുത്തെ കറൻസി എന്താവും? US ഡോളർ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു 2% മുകളിലാണ് വരുന്നത് എങ്കിൽ അവിടുത്തെ ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതലാണ്. അവിടുത്തെ US ഡോളർ ഇനി കൂടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്, സ്ട്രെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ US ഡോളറും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡും തമ്മിലുള്ളൊരു റിലേഷൻ ആണ്. ഗോൾഡും അതുപോലെ തന്നെ US ഡോളറും തമ്മിൽ ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതായത് US ഡോളർ ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും നമ്മുടെ ഒരു ഗോൾഡ് മൂവ് ചെയ്യാൻ ഒരു ചാൻസ് കൂടുതൽ. അതാണ് ഒരു ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് US ഡോളർ ഡൗൺ സൈഡിലോട്ട് പോയി, പക്ഷെ ഇവിടെ നമുക്ക് ഗോൾഡ് അപ്പ് സൈഡിലോട്ടാണ് പോയേക്കുന്നത്. ഇവിടെ നമുക്ക് US ഡോളർ അപ്പ് സൈഡിലോട്ട് പോയി, ഇവിടെ നമുക്ക് ഗോൾഡ് ഡൗൺ സൈഡിലോട്ട് പോയി. ഇതാണ് ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ന്യൂസ് വെച്ചുകൊണ്ട് ഇതിനെ അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ കോർ PCI 0.3% മുകളിലാണ് വരുന്നത് എങ്കിൽ അവിടുത്തെ US ഡോളർ സ്ട്രെങ്ത് ആവും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ എന്തായിരിക്കും? ഗോൾഡിൽ ഒരു ഡൗൺ മൊമെന്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു GDP എന്ന് പറഞ്ഞൊരു ന്യൂസ് അതൊരു 2% മുകളിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ എക്കണോമി സ്ട്രോങ് ആവും. അതുപോലെ US ഡോളർ സ്ട്രെങ്ത് കൂടും. അപ്പൊ ഗോൾഡിന് ഒരു ബീറിഷ് ആയിട്ടുള്ള സെന്റിമെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ 28 ഈ ഒരു മൊമെന്റം, ഈ ഒരു നല്ലൊരു മൊമെന്റം വന്നത് നമ്മുടെ ഈ ഒരു ഏരിയ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇവിടെയായിരുന്നു നമ്മുടെ ആ ഒരു 28 ഒരു 2 ന്യൂസും 6 മണിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 0.3% ആണ്, പക്ഷെ വന്നത് അതിലും കുറവാണ്. 0.2% ആണ് വന്നത്. അപ്പൊ എന്താണ്? അവിടുത്തെ എക്കണോമി കുറച്ച് സ്ലോ ആണ്. അപ്പൊ അവിടുത്തെ US ഡോളർ എന്തായിരിക്കും? കുറച്ചും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിച്ചു നോക്കി.
അവിടുത്തെ US ഡോളർ വീക്ക് ആവും. അപ്പൊ വീക്ക് ആകുമ്പോഴത്തേക്ക് എന്താണ്, ഗോൾഡിന് അതൊരു നല്ലൊരു മൊമെന്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സെന്റിമെന്റ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ GDP നോക്കുവാണെങ്കിലോ 2% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അതിലും കുറവാണ് വന്നത്. അതായത് അവിടുത്തെ എക്കണോമി കുറച്ചും കൂടെ സ്ലോ ആണ്. അപ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ കുറച്ച് കുറവാണ്. അപ്പൊ US ഡോളറിലുള്ള സ്ട്രെങ്ത് കുറയും. അതുപോലെ US ഡോളർ കുറച്ചും കൂടെ വീക്ക് ആവും. അപ്പൊ ആ ഒരു സമയത്ത് ഗോൾഡ് ബുള്ളിഷ് ആവും. അപ്പൊ ഈ ഒരു രണ്ട് ന്യൂസും കൊണ്ടും നമുക്ക് മാർക്കറ്റിൽ വളരെ വലിയൊരു മൊമെന്റ് ആണ് നമുക്ക് ആ ഒരു ഗോൾഡിൽ കാണാൻ പറ്റിയത്. ഇവിടെ നോക്കുവാണെങ്കിൽ 28-ാം തീയതി ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മൊമെന്റം ഉണ്ടായി. അതുപോലെ US ഡോളറിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡൗൺവേർഡ് മൊമെന്റ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും നമ്മുടെ ഗോൾഡും അതുപോലെ തന്നെ US ഡോളറും തമ്മിലുള്ളൊരു ഇൻവേഴ്സ് റിലേഷൻ. അപ്പൊ ഈ ഒരു രണ്ട് കാരണം കൊണ്ടാണ് ഗോൾഡിൽ നമുക്ക് ഈ ഒരു റിക്കവറി അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റം കാണാൻ പറ്റിയത്. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ലെവൽസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ കറന്റ് പ്രൈസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് നാള് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ടൈം പ്രൈസ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സെൽ ഓഫ് വന്നു. ദെൻ പിന്നെ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സെൽ ഓഫ് വന്നു. പിന്നെയും ഇവിടെ വന്നപ്പോൾ സെൽ ഓഫ് വന്നു. അതായത് നല്ല രീതിയിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് സെല് ചെയ്തവരുടെ ഇവിടുന്നൊക്കെ സെല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയുടെ മുകളിലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ഈ ഒരു ബൈ ഓർഡേഴ്സ് എല്ലാം തന്നെ എന്താണ്, ലിക്വിഡിറ്റി ആണ്. അത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ലിക്വിഡിറ്റി ആണ് നമുക്ക് ഇന്നലെ, അതായത് 29-ാം തീയതി നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിട്ടുള്ള ഫോർവേഡ് ടൈം ഫ്രെയിമിൽ. അത് ഇൻഡിക്കേറ്റ് ചെയ്യണേ ഇത്രയും ആൾക്കാരുടെ പെൻഡിങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം ഇനി പ്രൈസ് ഒരു ഡൗൺ സൈഡിലോട്ട് പോകാനുള്ള ഒരു ഫ്യൂവല് അതിന് കിട്ടി എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലോട്ടുള്ള ഒരു മൊമെന്റ് ആണ് നെക്സ്റ്റ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ വരുന്ന ഓൾമോസ്റ്റ് 4510 മുതൽ 4500 എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നത് 4587 മുതൽ 4571 വരെയുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് നെക്സ്റ്റ് പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എവിടം വരെയുള്ള ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ഏരിയ വരുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലാണ്. ഒരുപാട് തവണ നല്ല രീതിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ ആണിത്. നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 2 3 4. അപ്പൊ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും. അത് വരുന്ന ഓൾമോസ്റ്റ് 4657 മുതൽ 4637 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരെയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നോക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ലെവലാണ്. അതുപോലെ ഗോൾഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട, അതായത് ഒരു 1.5 മന്തിലോട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു മൊമെന്റം ഈ ഒരു ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ ഒരു ചാർട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഇത് നമുക്ക് നല്ലൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ഫോം ആയിട്ടുള്ളത്. അതായത് പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു സെൽ ഓഫ് വന്നതിന് ശേഷം ഈ ഒരു കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തു, അപ് സൈഡിലോട്ട് പോയി, ദെൻ ഇവിടെ സപ്പോർട്ട് എടുത്തു, അപ് സൈഡിലോട്ട് പോയി, പിന്നെ സെൽ ഓഫ് വന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുന്നതെല്ലാം ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ് സൈഡിലോട്ട് കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് ഒരു മൊമെന്റം കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഗോൾഡിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കുന്ന ലെവൽസ് അല്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ബിറ്റ് കോയിനിൽ നോക്കി വെക്കേണ്ട ലെവൽസ് എന്ന് നമുക്ക് നോക്കാം. ബിറ്റ് കോയിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പ്രൈസ് കറന്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. കാരണം ഒരുപാട് നാള് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തൊരു ഏരിയ ആയിരുന്നു ഇത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് മൊമെന്റ് ആയിരിക്കും. ഒന്ന്, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പ്രൈസ് അപ് സൈഡിലോട്ട് പോവുകയും അതുപോലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് ഒരു മൊമെന്റം. ഈ ഒരു രണ്ട് മൊമെന്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇപ്പൊ പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് അപ് സൈഡിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ വരെ ആയിരിക്കും ആ ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വരുന്നത് 78,850 മുതൽ 77,610 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ വരെ ആയിരിക്കും.
ഈ ഒരു ലോ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. കാരണം ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഒരു ലോ എടുത്തത്. ഇപ്പൊ പ്രൈസ് ഈ ഒരു ലോയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നെക്സ്റ്റ് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇത് നമുക്ക് 66,145 മുതൽ 65,025 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലോട്ടായിരിക്കും നമുക്ക് ഒരു മൊമെന്റം കാണാൻ പറ്റുന്നത്. 4 ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു സെയിം ഏരിയാസ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിം എടുത്ത് ഞാൻ അതൊന്ന് വരച്ച് കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലോട്ട് മേജർ ആയിട്ട് നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്. അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഒരു നല്ലൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് അതിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് അതിന്റെ ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ഇതിന്റെ ഹെഡ് ആൻഡ് ഇത് റൈറ്റ് ഷോൾഡർ. നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ പ്രൈസ് ബ്രേക്ക് ആയേക്കുന്നത്. അപ്പൊ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവാർഡ് മൊമെന്റ് ആയിരിക്കും നമുക്ക് ഇതൊന്ന് തരാൻ പോകുന്നത്. അപ്പൊ അത് ഈ ഒരു ഹെഡ് മുതൽ ഈ ഒരു സപ്പോർട്ട് വരെയുള്ള ഒരു ഏരിയ ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 68,320 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ആയിരിക്കും ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും നോക്കി വെച്ചേരെ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് മേ ബി ഇവിടം വരെ ഒരു മൊമെന്റം നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ബിറ്റ് കോയിൻ കുറച്ചും കൂടി ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് വീക്ക്. അതുപോലെ തന്നെ ബിറ്റ് കോയിനിൽ നോക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു പാറ്റേൺ ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരു 1,25,000 എന്ന് പറഞ്ഞ റേഞ്ചിൽ നിന്ന് നമ്മുടെ ബിറ്റ് കോയിൻ ഡൗൺ ആയതിനു ശേഷം ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു പാരലൽ ചാനൽ രീതിയിൽ പ്രൈസ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം വലിയ രീതിയിൽ ഡൗൺ സൈഡിലോട്ട് പോവുകയാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റിയത്. ഈ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. നല്ലൊരു ട്രെൻഡ് ലൈനിലെ പ്രൈസ് ഇവിടെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ടും എടുത്ത് പ്രൈസ് ഇവിടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ പ്രൈസ് ഇതിന്റെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു മൊമെന്റം നമുക്ക് മേ ബി എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ട് എന്ത് മാർക്കറ്റിൽ സംഭവിച്ചോ അത് തന്നെയാണ് വീണ്ടും സംഭവിക്കാനുള്ള ഒരു ചാൻസ് കൂടുതൽ. സോ ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്കിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ക്രാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ബിറ്റ്കോയിന്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1,25,000 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിൽ നിന്ന് ഡൗൺ ആയതിനു ശേഷം നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്വിംഗ് ലോ ഉണ്ടല്ലോ, ആ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് തന്നെ പ്രൈസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇത്രയും വലിയൊരു ഡൗൺ മൊമെന്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഈ ഒരു ലോയിൽ നിന്ന് തന്നെയാണ് പ്രൈസ് പ്രോപ്പർ ആയിട്ട് ഇവിടെ ഒരു റിജക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്കൊരു റിജക്ഷൻ കിട്ടി. മേ ബി ഈ ഒരു മൊമെന്റം തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിലെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസത്തേക്കുള്ള ഒരു മൊമെന്റം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത വീക്കിലൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സോ ഇവിടെ നമുക്ക് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഈ ഒരു സെയിം കാര്യം ഇവിടെ നടന്നതുപോലെ ഒരു ക്രാഷ് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് കാണാൻ പറ്റും. അത് വരുന്നത് 57,456 മുതൽ 53,000 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും നമ്മുടെ ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ബിറ്റ് കോയിനിലും ഗോൾഡിലും ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ചാർട്ടും ലെവൽസും. ഇത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മേജർ ആയിട്ട് വരാൻ പോകുന്ന ന്യൂസസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ജൂൺ 1 നോക്കുവാണെങ്കിൽ വൈകിട്ട് 7:30 നമുക്ക് USDയിൽ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ജൂൺ 3 വെനസ്ഡേ നമുക്ക് 2 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. 5:45 ഒരു 7:30 PM വൈകിട്ട് 2 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രൈഡേ ജൂൺ 5 വൈകിട്ട് 6 മണിക്ക് നമുക്ക് 3 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട് US ഡോളറിൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന മേജർ ആയിട്ടുള്ള ഒരു ന്യൂസസ്. അപ്പോൾ ന്യൂസസ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ്ങിനെ അഫക്ട് ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്താണ് ഞാനത് പറയാനുള്ള റീസൺ. അപ്പൊ എന്താണ് ന്യൂസസ്, അതെങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യണേ, ഇതൊക്കെ നോക്കി കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.